ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു മൂന്നാർ ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ വണ്ടി ഏതാണെന്നൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. നമ്മുടെ പുതിയ സെഡസ്ത്ര എടുത്ത് നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ബാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സെഡസ്ത്രയുടെ കാര്യം. സെഡസ്ത്രയാണ് നമ്മുടെ ബാക്ക് കൗൾ സെഡോണിൻ്റെ ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, പോയി കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ട് കാണിച്ചു തരാം. നമ്മുടെ എഡീഷൻ നെയിമും അതുപോലെ സംഭവങ്ങളൊക്കെ പച്ച കളർ കർട്ടനും കാര്യങ്ങളൊക്കെ അകത്ത്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ നെയിം. കാർലൈൻ നരസിംഹൻ എന്നാണ് നമ്മുടെ വണ്ടിയുടെ എഡീഷൻ നെയിം കൊടുത്തേക്കുന്നത്. നീ പോ മോനെ ദിനേശ. നമ്മുടെ അടിപൊളി ഡയലോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താണ് നരസിംഹൻ അണ്ണൻ്റെ. ഓക്കെ, എന്തായാലും നരസിംഹൻ എന്നൊക്കെ എഴുതി നമ്മുടെ അകത്തെ സെറ്റ് വർക്കൊക്കെ കണ്ടോ ഗൈസ്. നമ്മുടെ സിംഹത്തിൻ്റെ ഒരു സംഭവം ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അകത്ത് നമ്മുടെ ഒരു സിംഹത്തിൻ്റെ ഈ ഒരു എന്താണ് ഫേസ് വെച്ചുള്ളൊരു സെറ്റ് വർക്കാണ് അകത്ത് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, അതാണ് നരസിംഹൻ. ആ ഒരു പേര് ഇടാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാറിലോട്ടുള്ളത് KL80D 2027. നമ്മുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലിയറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ബോണറ്റും കാര്യങ്ങളൊക്കെ തുറന്ന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് പിക്സൽ നെയിം ബോർഡൊക്കെ സീനാക്കിയിട്ട് നമ്മൾ ആ വണ്ടി അങ്ങനെ ഇറക്കുവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷെഡിൻ്റെ അടുത്താണ്, അതായത് നമ്മുടെ വണ്ടികളിൽ ഇവിടുന്ന് ഷെഡിൻ്റെ അടുത്താണ്. നമ്മൾ അവിടെ വരെ പോയില്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മളിവിടെ നിർത്തി അങ്ങ് വീഡിയോ എടുത്തതാണ്. എന്തായാലും നമ്മുടെ പാസഞ്ചേഴ്സിനെ ഒന്നും പിക്ക് ചെയ്തിട്ടില്ല, അവരെല്ലാം പിക്ക് ചെയ്തിട്ട് വേണം ഇനിയും നേരെ പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കോളേജ് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അവരെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സെഡസ്ത്ര ഫുൾ വൈറ്റിൽ ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൈഡിൽ ചെറിയ ചെറിയ രീതിയിലുള്ള സൂപ്പർ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ നരസിംഹൻ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാനെങ്ങും പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല, എന്നാലും പറയുവാണ്. നമ്മുടെ എല്ലാ വണ്ടിയും നമ്മൾ കൊടുത്തു. ഇപ്പോൾ ഇവനും നമ്മുടെ ആ ഒരു സെഡോണും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ മാസ്കി ബോയിയെ കൊടുത്തു, സിനിസ്റ്ററിനെ കൊടുത്തു, അതുപോലെ നമ്മുടെ ബോസിനെയും കൊടുത്തു. ഓക്കെ, ബോസിനെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് ഗൈസ്. അത് ഞാൻ കുറേ വീഡിയോയിലും പറഞ്ഞു, ഇവനെ കൊടുക്കുന്നില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ കൊടുക്കേണ്ട ഒരു ഇത് വന്നു ഗൈസ്. നമ്മുടെ ഒരു പുള്ളി, ഞാൻ ആ ബ്ലാക്ക് കളർ അടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, ഈ ഒരു വണ്ടി തരാവോ എന്നൊക്കെ. ഞാൻ പറഞ്ഞത് കൊടുക്കുന്നില്ല, എന്നിട്ടും പിന്നെ ഇങ്ങനെ എന്താണ് മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം എന്തായാലും പറയുന്ന പൈസയ്ക്ക് പുള്ളി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമ്മൾ കൊടുത്തു. ഞാനൊരു ക്യാഷ് പറഞ്ഞ ആ ഒരു പ്രൈസിന് പുള്ളി വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവനെ അങ്ങ് സെയിലാക്കി ഗൈസ്. അപ്പം എല്ലാ വണ്ടി ഇപ്പോൾ പോയി. നമ്മുടെ മാസ്കി ബോയും അതുപോലെ അതും BS6 സെഡോൺ തന്നെ ആയിരുന്നു. അവനും പോയി, ഇവനും പോയി, എല്ലാവരും പോയി. അപ്പം നമ്മുടെ നരസിംഹനും അതുപോലെ തന്നെ നമ്മുടെ സെഡോണും മാത്രമേ ഉള്ളൂ. അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സെഡോണ് ഫുൾ ബ്ലാക്കൊക്കെ അടിച്ച് സെറ്റായി വെച്ചിട്ടുണ്ട്. നമ്മുടെ BS6 സെഡോണ് 45 സീറ്റർ. അപ്പോൾ നമ്മുടെ 45 സീറ്റർ ഇവനും നമ്മുടെ സെഡോണ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി എല്ലാ വണ്ടി സെയിലാക്കി. ഇനി വേണമെങ്കിൽ നമുക്കിങ്ങനെ പെതുക്കെ ഓരോ ഗ്രാൻഡ് BMRഉം അതുപോലെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ പെതുക്കെ എടുക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യമേ നമുക്ക് ഇവന്മാരെ വെച്ച് ഓട്ടം. ഞാൻ സിനിസ്റ്ററിനെയൊക്കെ കൊടുക്കാനായിട്ട്, കാരണം അവനാണ് നമ്മുടെ ഗ്യാങ്ങിലെ ഓൾഡസ്റ്റ് വണ്ടി. ഓക്കെ, സിനിസ്റ്റർ നമ്മൾ BS6 49 സീറ്ററിൽ എടുത്തതിൽ അവനേ ഉള്ളായിരുന്നു ഇതുവരെ കൊടുക്കാനും. അങ്ങനെ അവനെയും കൊടുത്തു. അപ്പം മാസ്കി ബോയ് ഒക്കെ ഈ അടുത്തിടെ എടുത്തതാണ്, അവനെയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ സെയിലാക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സെഡോൺ BS6 45 സീറ്റർ നമ്മൾ ഫുൾ ബ്ലാക്കൊക്കെ അടിച്ചു. ഇനി നെയിം ബോർഡ് വെക്കണം, പിന്നെ എഡിഷൻ നെയിം കൊടുക്കണം. പിന്നെ നമ്മുടെ ടെമ്പററി നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു പെർമനൻറ്റ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ സെറ്റ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവനെ നമുക്ക് ഇന്നലെയാണ് കിട്ടിയത്. എന്തായാലും നമുക്ക് വർക്ക് കഴിഞ്ഞു, അതായത് പ്രകാശിൽ നിന്ന് കിട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സെറ്റ് വർക്ക് അല്ലാത്ത വർക്കെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഇവനെ കിട്ടിയോണ്ട് നമ്മൾ ഫസ്റ്റ് വർക്കിന് ഇവനെ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇവനെ നേരത്തെ കിട്ടി. നമ്മുടെ നരസിംഹനെ നേരത്തെ കിട്ടി നമുക്ക്. അതുകൊണ്ടാണ് ഇന്നലെ കിട്ടിയപ്പോൾ ഇന്ന് ട്രിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മുടെ വണ്ടി നമ്മുടെ ഷെഡിൽ കൊണ്ടിട്ടു. അപ്പം തന്നെ നമുക്ക് ഒരു കോളും കാര്യങ്ങളൊക്കെ വന്നു.
പുതിയ വണ്ടി നമ്മൾ കണ്ടു, നമുക്കിഷ്ടപ്പെട്ടു. അത് ട്രിപ്പ് എടുക്കാനായിട്ടാണ് മൂന്നാറിലോട്ടാണ് കോളേജ് ട്രിപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി പിള്ളേരെ എല്ലാം പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പാസഞ്ചേഴ്സിനെ പിള്ളേരെയും കാര്യങ്ങളും എല്ലാവരും പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാർ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാർ പോകുന്ന നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. എന്തായാലും ഇനി കുറച്ച് ദൂരവും കൂടെ നമ്മൾ ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് ദൂരം നമ്മൾ കാണിക്കും. അതിനുശേഷം നമ്മൾ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ അവിടെ ചെന്നിട്ടായിരിക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. കാരണം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ നല്ല മഞ്ഞൊക്കെ കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വെച്ച് പിടിച്ച് അങ്ങോട്ട് പോകാം. നാളെ എന്തായാലും ഒരു 10 മണി 12 മണിയാകും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക്. അത്രയും ലോങ് ആണ്. 10 മണി നമ്മൾ ഇത്രയും സ്പീഡിൽ വിടുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വഴി കൂടെ നല്ല സ്മൂത്തായിട്ട് കയറുന്നുണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡിലൊക്കെയാണ് പോകുന്നത്. ഒരു മിനിമം സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ടൊരു 8 മണി 9 മണി ആ ഒരു റേഞ്ചിൽ നമ്മളവിടെ എത്താനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് തൊണ്ടവേദനയൊക്കെ പിടിച്ചിരിക്കുവാണ് ഗൈസ്. കുറേ ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് ഈ ഒരു സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്ക് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുവാണ്. എന്തായാലും നമ്മൾ ഇവിടെ നമ്മുടെ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഇനിയും നേരെ റിസോർട്ടിലോട്ട്, അതായത് നമ്മുടെ പാസഞ്ചേഴ്സിനെല്ലാം സ്റ്റേ ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു റിസോർട്ടിലോട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഓരോരോ നമ്മുടെ വ്യൂ പോയിൻറ്റും അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ വണ്ടിയെ കൊണ്ട് കാണിക്കണം. എന്തായാലും നമ്മുടെ കൂടെ ഒരു പുള്ളി ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് നേരം നമ്മൾ അവിടെ റെസ്റ്റ് എടുത്തു. അപ്പം ഈ പുള്ളിയാണ് ഡ്രൈവ് ചെയ്തത് കുറച്ച് ദൂരം. അത് കഴിഞ്ഞ് നമ്മൾ ഓടിച്ചു. ഇപ്പം നമ്മളാണ് ഓടിക്കുന്നത്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് വീഡിയോ പോസ് ചെയ്തപ്പോൾ തൊട്ട് ഈ ഒരു പുള്ളിയാണ് ഓടിക്കുന്നത്. നമ്മുടെ കൂടെ പുതിയൊരു ഡ്രൈവറാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇപ്പം നമ്മൾ അങ്ങ് ഓടിക്കാൻ തുടങ്ങി. കാരണം പുതിയ ഡ്രൈവർ ആയതുകൊണ്ട് മതി, നമുക്ക് വയ്യായെങ്കിലൊന്നും നമ്മളോട് പറയാനായിട്ട് അധികം ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് ഏറ്റെടുത്ത് ഓടിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതേ അടിപൊളി മൂന്നാർ റൂട്ട്സ്. ഓക്കെ, അതേ വണ്ടികളൊക്കെ വരുന്നുണ്ട് സീനായിട്ട്. ഈ ചെറിയ വഴി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഇത് സൈഡ് വലിഞ്ഞ് സൈഡിലോട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ടയർ അങ്ങോട്ടൊന്ന് ചരിഞ്ഞ് പോയിട്ടുണ്ട്. എന്തായാലും സീനില്ല. ഫ്രണ്ടിൽ നമ്മുടെ റോബിൻ ബസ് പോകുന്നുണ്ട്. ഓക്കെ, മാറടാ, നമുക്ക് ഫസ്റ്റ് പോകാനുള്ളതാണ്. ഇത് കണ്ടെയ്നറൊക്കെ കൊണ്ട് അവിടുന്ന് ലോറികളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നേരം പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തുള്ളി DJ വൈബായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഞാൻ സെറ്റ് വർക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ വർക്കും ലൈറ്റ് വർക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. അത് ഈ ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം കോപ്പിറൈറ്റ് അടിച്ച് നമ്മുടെ സോങ് കോപ്പിറൈറ്റ് അടിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലിപ്പിൽ നിന്ന് അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ മൂന്നാറിൻ്റെ അവസ്ഥ. ഇത് സൈഡ് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ്. നമ്മുടെ മൂടൽ മഞ്ഞ് സംഭവം ഒക്കെയാണ്. എന്തായാലും ഒറ്റ വണ്ടിക്കുള്ള ആൾക്കാരെ ഉള്ളായിരുന്നു, ഒരു ബാച്ച് ആൾക്കാരെ ഉള്ളായിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിലങ്ങ് ട്രിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ വണ്ടിയൊന്നും വിളിച്ചില്ല. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കാണുന്നതാണ് സാധാരണ. അപ്പം ഇതൊരു ചെറിയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു 2 ഡേയ്സ് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല. ഈയിടെ ഒരു ആക്സിഡൻറ്റ് നടന്നുണ്ടായിരുന്നു നമ്മുടെ വാൽപ്പാറയിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ട്രിപ്പ് വിളിക്കുന്നതൊക്കെ കുറവാണ് നമ്മുടെ വണ്ടികളെല്ലാം. അതുകൊണ്ടല്ല, എന്നാലും അതുകൊണ്ടാണ് പകുതി വണ്ടികളും കൊടുത്തത്. അതും ഒരു ചെറിയ റീസണാണ്. അധികം ട്രിപ്പൊന്നും കിട്ടാതെ ഉള്ള വണ്ടി മൊത്തം മേടിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്താ കാര്യം. അന്ന് നമ്മളൊരു ചേസിസ് ഒരുത്തൻ നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്ത് ഒരു BS4 5 ചേസ് എങ്ങാണ്ടാണ്, BS5 എങ്ങാണ്ട് ചേസാണ്. അതെടുത്തിട്ട് അവന് ഫണ്ടൊന്നും ഇല്ലാതെ അവൻ വർക്കൊന്നും ചെയ്തില്ല വണ്ടിയിൽ. അങ്ങനെ ആ ചേസ് അവിടെ കിടന്ന് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ അവൻ എന്നോട് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് പോയി എടുത്തു. ആ വീഡിയോ അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സെക്കൻഡ് ചാനലും എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ. ഇപ്പോൾ ഇതേതാണ് വണ്ടി? ഒരു യെല്ലോ കളർ കാറാണ്. എന്തായാലും നമുക്കിവനെ ഓവർടേക്ക് ചെയ്തങ്ങ് കയറാം. ഈ ഒരു ചെറിയ വഴിയിൽ ഇച്ചിരി റിസ്ക് ആണെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ നമ്മൾ പാർട്ട് 2 3 ഒക്കെ ആയിട്ട് ചെയ്യാം. 2 3 ഒന്നും അത്ര നീളത്തൊന്നുമില്ല, ആകപ്പാടെ 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലിടുക. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ.